എന്റെ ബലമായ കർത്തനൻ ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ. എന്റെ ബലമായ കർത്തനൻ ശരണമതാകയ പാടിടും ഞാൻ ഉലകിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഏറ്റവും ഉറപ്പുള്ള മറവിടമാണെനിക്കെൻ പ്രിയൻ, ചാരിടും ഞാൻ അവനിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എന്റെ ജീവിതയാത്രയിൽ. എന്റെ അല്ലലഖിലവും കീർത്തിടും നോക്കിപ്പാർത്തിടും ഞാൻ ഉലകിൽ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഉണങ്ങിയ അസ്ഥികൾ ചിന്നിച്ചിതിരി കിടക്കുന്ന താഴ്വരയെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് യെഹെസ്കേൽ 37:1 മുതലുള്ള വാക്യങ്ങൾ. ഈ ദർശനം ദൈവജനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ ആണ് എടുത്ത് കാണിക്കുന്നത്. ദൈവത്തെ ത്യജിച്ച ഇസ്രായേൽ ഉണങ്ങിയ അസ്ഥികളായി പരിണമിച്ചതുപോലെയുള്ള അവസ്ഥയല്ലേ ഇന്ന് ക്രിസ്ത്യ സമൂഹത്തിനും വ്യക്തികൾക്കും വിശ്വാസികൾക്കും സംഭവിച്ചിരിക്കുന്നത്. ആരാധനയും കൂട്ടായ്മയും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ബാഹ്യപ്രകടനം മാത്രം. എവിടെയും ആത്മീയ മന്ദതയുടെ കാരണത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്നേ ഇല്ല. നാം ഓരോരുത്തരുമല്ലേ ഇതിൻ്റെ കാരണക്കാർ? നമ്മിലുള്ള ഭിന്നതയും കക്ഷിത്വവും മുൻവിധികളും അപവാദ പ്രചരണവും സ്നേഹമില്ലായ്മയും ഒക്കെയാണ് ഇന്നത്തെ ആത്മീയ മന്ദതയ്ക്ക് കാരണം. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. യെഹെസ്കേൽ കാണുന്ന ദർശനത്തിൽ യഹോവയായ ദൈവം ചിന്നിച്ചിതറിയും ഉണങ്ങിയും കിടക്കുന്ന അസ്ഥികളുടെ ഇടയിൽ കൂടി പ്രവാചകനെ ചുറ്റി നടത്തുകയാണ്. ഈ യാത്രയുടെ ദർശനത്തിൽ കൂടി ഉണങ്ങിയ അസ്ഥികളുടെ യഥാർത്ഥ അവസ്ഥ പ്രവാചകൻ മനസ്സിലാക്കുന്നു. അസ്ഥികളുടെ താഴ്വരയിൽ കൂടി പ്രവാചകൻ നടന്നതുപോലെ ആത്മീയ മന്ദതയിൽ കഴിയുന്ന വിശ്വാസികളുടെ ഇടയിൽ കൂടി നാം ഓരോരുത്തരും നടക്കണം. അപ്പോൾ മാത്രമേ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചുള്ള യഥാർത്ഥമായ ഹൃദയഭാരം നമ്മിൽ ഉണ്ടാവും. ഇവിടെ പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകന്റെ കാഴ്ചയിൽ അസ്ഥികൾ ജീവിക്കുക എന്നത് അസാധ്യമാണ്. എന്നാൽ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് പ്രവാചകന് അറിയാം. അതുകൊണ്ട് യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് പ്രവാചകൻ മറുപടി നൽകുന്നു. 37-ാം അധ്യായം 3-ാമത്തെ വാക്യം. തുടർന്ന് യഹോവയുടെ കൽപ്പന പ്രകാരം ഉണങ്ങി ചിന്നിച്ചെതിരി കിടക്കുന്ന അസ്ഥികളുടെ ഇടയിൽ കൂടി പ്രവചിക്കുവാൻ തുടങ്ങി. ഇന്നത്തെ ആത്മീയ മന്ദതയ്ക്ക് ഒരു മാറ്റവും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് വിശ്വാസി നിരാശപ്പെടരുത്. അതിനു പകരം ചുറ്റി നടന്ന് പ്രവചിക്കണം. അതായത് ചുറ്റി നടന്ന് ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചകൻ എത്ര നാൾ ചുറ്റി നടന്ന് പ്രാർത്ഥിച്ചുവെന്ന് ഇവിടെ പറയുന്നില്ല. പ്രവാചകൻ പ്രവചനം അവസാനിപ്പിച്ചില്ല. പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടേയിരുന്നു. ആത്മീക മന്ദതയിൽ കഴിയുന്ന ജനത്തിനു വേണ്ടി മടുത്തു പോകാതെ പ്രവർത്തിപ്പാനും പ്രാർത്ഥിപ്പാനും വിശ്വാസി തയ്യാറാകണം. പ്രാർത്ഥനയുടെ ആരംഭത്തിൽ ഫലമൊന്നും ലഭിക്കില്ലായിരിക്കാം. എങ്കിലും പ്രവാചകൻ പ്രവചിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് വലിയ ഒരു മുഴക്കം ഉണ്ടായി. ചിതറിക്കിടന്ന അസ്ഥികൾ ഒന്നായി. ഇതായിരുന്നു ഉണർവിൻ്റെ ആരംഭം. അവർ ഒരു വലിയ സൈന്യമായി. ഈ ഉണർവാണ് നമുക്കും ഇന്ന് വേണ്ടത്. ഉണർവുണ്ടാവാൻ നാം 2 സംഗതികൾ ചെയ്യണം. ഒന്ന്, അനുതാപഹൃദയത്തോടെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. മുടിയൻ പുത്രൻ നിർഭാഗ്യ ജീവിതം നയിച്ച ഉണങ്ങിയ അസ്ഥിയുടെ അവസ്ഥയിൽ ആയി. എങ്കിലും അനുതാപഹൃദയത്തോടെ പിതാവിൻ്റെ അടുക്കലേക്ക് അവൻ മടങ്ങി വന്ന് പറയുക, അപ്പാ, ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. ലൂക്കോസ് 15:21. അനുദപിച്ച് മടങ്ങി വന്ന പുത്രനെ പിതാവ് കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു, മേൽത്തരമായ അങ്കി ധരിപ്പിച്ചു, വിരലിന് മോതിരമിട്ടു, വിരുന്നൊരുക്കി. പാപമേറ്റു പറഞ്ഞ് അനുദപിച്ച മുടിയൻ പുത്രന് ഞരമ്പും മാംസവും ത്വക്കും ശ്വാസവും ലഭിച്ചു.
മുടിയൻ പുത്രനെ അവൻ്റെ പിതാവ് കാത്തിരുന്നത് പോലെ നമ്മെ കാത്തിരിക്കുന്ന ഒരു സ്വർഗീയ പിതാവ് ഉണ്ട്. മുടിയൻ പുത്രനിലുണ്ടായ അനുതാപം പോലെ നമ്മിലും ഒരു അനുതാപ ഹൃദയം ഉണ്ടാവണം. സ്വർഗീയ പിതാവിൻ്റെ അടുക്കൽ മുഴങ്കാൽ മടക്കുവാൻ തയ്യാറാകണം. എങ്കിൽ അവൻ ജീവൻ നൽകി അവന് സന്തോഷത്തിലേക്ക് നമ്മെ ചേർക്കും. 2. സഹോദര ബന്ധങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം. നമ്മുടെ ഇടയിലുള്ള ഭിന്നതയും സ്നേഹമില്ലായ്മയും പാപമാണെന്നും പാപത്തിൻ്റെ ഫലമായി നമ്മിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു എന്നും മനസ്സിലാക്കണം. വൈരാഗ്യവും വിദ്വേഷവും വെച്ചു പുലർത്തിക്കൊണ്ട് ക്രിസ്തീയ പ്രവർത്തനം നടത്തുവാൻ കഴിയില്ല. അത് നമ്മെ ആത്മിക ജീർണതയിലേക്ക് മാത്രമേ നയിക്കൂ. അതുകൊണ്ട് അസ്ഥിയോട് ചേർന്നതുപോലെ ദൈവജനം ഒത്തുചേരണം. തമ്മിൽ പാപം ഏറ്റുപറയണം. അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുകയും തകർന്നുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുകയും വേണം. അപ്പോൾ നമ്മളെ ശുഷ്കിച്ച ആത്മീക അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും. നമ്മിൽ ദൈവാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. അപ്പോൾ ജീവൻ വെച്ച് ഒരു സമൂഹമായി നമുക്ക് കർത്താവിനെ പാടി സ്തുതിക്കുവാനും അവൻ്റെ സാക്ഷികളായി തീരുവാനും സാധിക്കും. ആത്മാവിൽ ജീവൻ വെച്ച് ഒരു വലിയ സൈന്യമായി തീരുക എന്നതാ ഇന്നത്തെ നമ്മളുടെ ആവശ്യം. അതിന് അനുതാപ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ ചെല്ലുവാനും തകർന്ന ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനും തയ്യാറാകണം. കർത്താവേ, അനുതാപ ഹൃദയത്തോടെ തിരുസന്നിധിയിൽ വന്ന് ജീവൻ പ്രാപിപ്പാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. ഇരയായി മാറുകിലും തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി.